എല്ലാവർക്കും സ്നേഹവന്ദനം. വ്യക്തിപരം എന്ന എൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓർത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വളരെ അടുത്ത് ഇടപെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന അപൂർവമായൊരു വ്യക്തിത്വമായിരുന്നു ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാകുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായുള്ള ഓർമ്മകളിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ പ്രീ ഡിഗ്രി പഠനത്തിൻ്റെ അവസാന സമയത്താണ്. അന്നാണ് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ, അതായത് നിലമ്പൂരിനടുത്ത് ചുങ്കത്തറയിൽ മാർത്തോമ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ ഒരു ആത്മീയ യാത്രാ സമ്മേളനത്തിനു വേണ്ടി എത്തിയത്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൻ്റെ വിശാലമായ ഗ്രൗണ്ടിൽ അതിമനോഹരമായൊരു സ്റ്റേജ് ഒരുക്കി ആ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ അതിൻ്റെ സംഘാടക സമിതിയിലൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണെങ്കിലും ഞാനും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രചരണ വിഭാഗത്തിൻ്റെ ഒരു വിങ്ങിൻ്റെ ചുമതല വഹിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് ആത്മീയാത്രാ സമ്മേളനത്തിൻ്റെ മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ചുമതലയായിരുന്നു. ഏകദേശം 7-8 ജീപ്പുകളിൽ മൈക്കുകൾ കെട്ടിവെച്ച് അതിൽ ആളുകളെ കയറ്റി അവർക്ക് അനൗൺസ് ചെയ്യുവാനുള്ള വാചകങ്ങളെല്ലാം എഴുതി കൊടുത്ത് അവരെ വിവിധ മേഖലകളിലേക്ക് വിടുക എന്നുള്ളതായിരുന്നു എൻ്റെ ചുമതല. 3 ദിവസം തുടർമാനമായി ഈ കാര്യങ്ങൾ ചെയ്തു. ഒരു വാഹനത്തിൽ ഞാൻ തന്നെയാണ് അനൗൺസ് ചെയ്യുവാൻ പോയത്. ഇങ്ങനെ വലിയ നിലയിലുള്ള ഒരു പ്രചരണം അതിനുവേണ്ടി നടത്തി. ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ഉപാധിയായിരുന്നു ഈ മൈക്ക് അനൗൺസ്മെൻറ്റ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ വാചകങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയിലുണ്ട്. അതിൻ്റെ പ്രത്യേകത 3 ദിവസം തുടർമാനമായി മണിക്കൂറുകൾ ഒരേ വാചകങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നു എന്നുള്ളതാണ്. ആ ദിവസങ്ങളിൽ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഈ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു എന്നാണ് എൻ്റെ സഹോദരങ്ങൾ എന്നെ കളിയാക്കി പറഞ്ഞിരുന്നത്. വലിയ ആവേശത്തോടു കൂടിയാണ് ഞാൻ അന്ന് ഈ മൈക്ക് അനൗൺസ്മെൻറ്റുകൾക്ക് പോയത്. അങ്ങനെ KP യോഹന്നാൻ എന്ന വലിയൊരു മനുഷ്യനെ കാണുവാനുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ 10,000-കണക്കിന് ആളുകൾ ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ വിശാലമായ ഗ്രൗണ്ടിലേക്ക് എത്തി. ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി KP യോഹന്നാനെ കാണുവാനുള്ള ഉത്സാഹത്തോടുകൂടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ ടീം വന്നിട്ടുണ്ട്. വിശാലമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നു. അവരെ മൈക്ക് ടെസ്റ്റ് ചെയ്യുന്നു, മറ്റ് കാര്യങ്ങൾ, മ്യൂസിക് ടീം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു. അപ്പോഴും KP യോഹന്നാൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. മീറ്റിംഗ് ആരംഭിച്ചു. പ്രാർത്ഥിച്ചാരംഭിച്ചപ്പോൾ പോലും KP യോഹന്നാൻ ഇല്ല. എന്നാൽ അദ്ദേഹം സദസ്സിനകത്തുണ്ടായിരുന്നു. ഒരു കില്ലാരി മനുഷ്യൻ, ഒരു ഖദർ മുണ്ടും ഒരു മുറിക്കയ്യൻ വെള്ള ഷർട്ടുമിട്ട് ഒരു മനുഷ്യൻ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കുവാൻ സമയമായപ്പോൾ മാത്രമാണ് അദ്ദേഹം വേദിയിലേക്ക് വരുന്നത്. ആജാനബാഹുവായ അല്ലെങ്കിൽ ഗാംഭീര്യമുള്ള ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ജനങ്ങൾ ഒരു വോളണ്ടിയറെ പോലെ ഒരാൾ സ്റ്റേജിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ ഇതാണ് KP യോഹന്നാൻ എന്നറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ പശ്ചാത്തലം കൂടെ ഓർക്കേണ്ടതുണ്ട്. എൻ്റെയൊക്കെ പ്രായമുള്ള, അതായത് ഒരു 45 വയസ്സിലും 55 വയസ്സിനും ഇടയ്ക്കൊക്കെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ് ഇത്. ആത്മീയ യാത്ര, ഇത് ഡോക്ടർ KP യോഹന്നാൻ എന്നൊക്കെയുള്ള എല്ലാ പ്രഭാതങ്ങളിലും റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്ന ആ സ്വരം, ആ ഗാനങ്ങൾ, അതൊക്കെ ഇന്നും നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട്. അപ്പോൾ അന്ന് KP യോഹന്നാൻ കേരളത്തിലെ ഒരു വലിയ താരമായിരുന്നു. അത് സുവിശേഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കോ ക്രിസ്ത്യാനികൾക്കോ മാത്രമായിരുന്നില്ല. എല്ലാ ജാതി മത സമൂഹങ്ങളിലും പെട്ടവരുടെ ആവേശം കൊള്ളിച്ചിരുന്ന, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്ന ഒരു റേഡിയോ പ്രോഗ്രാമായിരുന്നു ആത്മീയാത്ര റേഡിയോ പ്രോഗ്രാം. വലിയ പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന ഒരു സംവിധാനം. അങ്ങനെ അദ്ദേഹം നടത്തിയിരുന്ന ഈ പൊതു സമ്പർക്ക പരിപാടികളിലൂടെയാണ് ജനങ്ങൾ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. ടെലിവിഷനൊന്നും വ്യാപകമല്ലാത്ത ആ കാലത്ത് KP യോഹന്നാൻ എന്ന ആളെ കാണുവാൻ തന്നെ ആളുകൾ ഓടിക്കൂടി. 10,000 ഓരോ സമ്മേളനങ്ങളിലും പങ്കെടുത്തു. അങ്ങനെ ഒരു സമ്മേളനത്തിലാണ് ചുങ്കത്തറയിൽ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. എന്നാൽ അതിനു മുൻപ് എന്നെ സംബന്ധിച്ചിടത്തോളം നന്ദിയോടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ഉപദേശിയുടെ മകനായിട്ടാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പ്രത്യേകിച്ച് മലബാറിൽ ഒരു പൈനിയർ മിഷണറിയായി പ്രവർത്തിച്ച ഒരു ഉപദേശി. എൻ്റെ പിതാവ് പാസ്റ്റർ MO ചാക്കോ അന്ന് ചുങ്കത്തറയിൽ IPC സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്താണ് ചുങ്കത്തറയിലെ ആത്മീയ സമ്മേളനം നടക്കുന്നത്. എന്നാൽ അതിനും വളരെ നാളുകൾക്ക് മുൻപ് തന്നെ
ഞങ്ങളുടെ വീട്ടിലേക്ക് എല്ലാ മാസവും ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന KP യോഹന്നാൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് 300 രൂപയുടെ മണി ഓർഡർ എത്തുമായിരുന്നു. ഇന്ത്യയിലെ, കേരളത്തിലെ ആയിരക്കണക്കിന് സുവിശേഷകർക്ക് KP യോഹന്നാൻ്റെ പ്രതിമാസ സമ്മാനമായിരുന്നു അത്. ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചുകൊണ്ട് സുവിശേഷീകരണ പ്രയത്നങ്ങളിൽ അധ്വാനിക്കുന്നവരെ സഹായിക്കുവാൻ തയ്യാറായ KP യോഹന്നാൻ കേരളത്തിലും ഇന്ത്യയിലുമുള്ള വിവിധ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട സുവിശേഷ പ്രവർത്തകർക്ക്, സംഘടനകളൊന്നും നോക്കാതെ എല്ലാവർക്കും ചെറിയ നിലയിലുള്ള സാമ്പത്തിക സഹായം പ്രതിമാസം ചെയ്യുവാൻ തീരുമാനിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ പിതാവിനും ആ സഹായം ലഭിച്ചു. അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക സാഹചര്യത്തിൽ KP യോഹന്നാൻ്റെ ആ സഹായം ഞങ്ങൾക്കൊരു വലിയ ആശ്വാസമായിരുന്നു. കേരളത്തിലെ, ഇന്ത്യയിലെ ആയിരക്കണക്കിന് സുവിശേഷകർക്ക് അദ്ദേഹത്തിൻ്റെ പ്രതിമാസ സഹായം വലിയ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എല്ലാ കാലത്തും എനിക്ക് അദ്ദേഹത്തെ നന്ദിയോടെ മാത്രമേ ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് KP യോഹന്നാനുമായി ബന്ധപ്പെട്ട എൻ്റെ ആദ്യത്തെ ഓർമ്മകൾ. പിന്നീട് ഞാൻ ഗുഡ് ന്യൂസ് വാരികയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ പലപ്പോഴും KP യോഹന്നാനെ പല പത്രസമ്മേളനങ്ങളിലും ഒക്കെ കാണുവാനിടയായിട്ടുണ്ട്. അപ്പോഴൊന്നും വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്കൊന്നും അത് വളർന്നിരുന്നില്ല. പിന്നീട് ഞാൻ സ്വന്തമായി ഹാലലിയ പത്രം ആരംഭിക്കുന്നു. ആ പത്രത്തിന് വല്ലപ്പോഴുമൊക്കെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അല്ലെങ്കിൽ KP യോഹന്നാൻ്റെ ബൈബിൾ സെമിനാരികളുടെ ഒക്കെ പരസ്യം ലഭിക്കാറുണ്ട്. അങ്ങനെ ഒരു ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധമല്ലാതെ വ്യക്തിപരമായി KP യോഹന്നാനുമായി ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് എപ്പോഴും വളരെ അടുപ്പമുള്ള ഒരു സൗഹൃദം KP യോഹന്നാനുമായിട്ടുണ്ടായി. അതെങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ കൃത്യമായി അതിനൊരു ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല. എങ്കിലും എൻ്റെ പിതാവിൻ്റെ മരണസമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ടീം ഞങ്ങളുടെ ഭവനം സന്ദർശിക്കുകയും അനുശോചനം അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയൊക്കെ ചെയ്തു. അന്ന് ഞാൻ കോട്ടയത്ത് താമസിക്കുകയാണ്. എൻ്റെ പിതാവ് എന്നോടുകൂടെ താമസിക്കുമ്പോഴാണ് അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നത്. ഞങ്ങളുടെ ദുഃഖത്തിൻ്റെ വേളയിൽ KP യോഹന്നാൻ്റെ ടീം അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ വന്നതൊക്കെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത് സഹകരിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ മുഖാന്തരമാകത്തക്ക നിലയിൽ പിന്നീടുള്ള ചില വർഷങ്ങൾ വളരെ അടുത്ത സ്നേഹബന്ധത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു. അദ്ദേഹം നാട്ടിലുള്ള സന്ദർഭങ്ങളിൽ തിരുവല്ലയിലേക്ക് വിളിപ്പിക്കും. ചിലപ്പോൾ ആ സംഭാഷണങ്ങൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കും, ഒന്നിച്ച് കഞ്ഞി കുടിക്കും. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും ഒക്കെ ദീർഘമായ മണിക്കൂറുകൾ ഒന്നിച്ച് ചിലവഴിച്ചത് ഞാൻ ഓർക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള മിഷൻ ഓർഗനൈസേഷനുകളെക്കുറിച്ച്, സുവിശേഷീകരണത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ദർശനം, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ, പദ്ധതികൾ, ഇങ്ങനെ സംസാരിക്കാത്ത വിഷയങ്ങളില്ല. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും നടക്കുന്ന ഏതു വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായമുണ്ടായിരുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും അവഗാഹമായ ജ്ഞാനമുണ്ടായിരുന്നു. നന്നായി പഠിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അന്നത്തെ എൻ്റെ അറിവിൽ വായും പൊളിച്ചിരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ലായിരുന്നു. വലിയൊരു മനുഷ്യൻ എൻ്റെ മുൻപിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. സുദീർഘമായ സംഭാഷണങ്ങൾ, രാവിലെ തുടങ്ങി രാത്രി വരെ, വൈകുന്നത് വരെ ചിലപ്പോഴൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ സ്റ്റാഫിനെ വിളിച്ച്, ഞാനന്ന് കോട്ടയത്താണ് താമസിക്കുന്നത്, എന്നെ കോട്ടയത്തെ വീട്ടിൽ കൊണ്ടുവിടുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ആ സൗഹൃദം ഡെവലപ്പ് ചെയ്യുന്ന ആ കാലഘട്ടത്തിലാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷീകരണ പ്രസ്ഥാനത്തിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ ദർശനത്തിന് മാറ്റമുണ്ടാകുന്നത്. അങ്ങനെ ബിലീവേഴ്സ് ചർച്ച് രൂപീകരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആലോചനകളുമായി പിന്നീട് നടന്നത് മുഴുവൻ. ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ആശങ്ക, ഇത്രയും കാലം മറ്റേ പെന്തക്കോസ്ത് സഭകളുമായും എപ്പിസ്കോപ്പൽ സഭകളുമായും എല്ലാം സഹകരിച്ചു നിന്നിരുന്ന ആൾ ഓൾ ഓഫ് എ സഡൻ ഒരു സഭ സ്ഥാപിക്കുമ്പോൾ മറ്റ് സഭകൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. മാത്രവുമല്ല, താൻ ആരംഭിക്കുവാൻ പോകുന്ന ബിലീവേഴ്സ് ചർച്ചിലെ ഒരു പാസ്റ്ററായിട്ട് വരുവാൻ, ഒരു ശുശ്രൂഷകനായിട്ട് വരുവാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാകുമോ എന്നും അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സ്ട്രാറ്റജി തയ്യാറാക്കി. അതിന് അദ്ദേഹം പ്രധാനമായി ചെയ്തത് കേരളത്തിലെ നിലവിലുള്ള പെന്തക്കോസ്ത് സഭകളിൽ നിന്ന് ശുശ്രൂഷകന്മാരായിരിക്കുന്ന കുറേ ആളുകളെ
ബിലീവേഴ്സ് ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായിട്ട് നിയമിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ശ്രമം നടത്തി. തങ്ങളുടെ പ്രസ്ഥാനങ്ങൾ വിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുവാനും ഇവിടുത്തെ ശുശ്രൂഷകനായി മാറുവാനും തയ്യാറായ കുറേ ആളുകൾ മുന്നോട്ട് വന്നു. കൂടാതെ സ്വതന്ത്രമായി നിന്നിരുന്ന ചില സഭകൾ ഇദ്ദേഹവുമായിട്ട് ജോയിൻ ചെയ്യുവാൻ തയ്യാറായി. അങ്ങനെ ബിലീവേഴ്സ് ചർച്ച് വളരെ പെട്ടെന്ന് 500 സഭകളുള്ള ഒരു പ്രസ്ഥാനമായി മാറ്റപ്പെടത്തക്ക നിലയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ അതിൻ്റെ ആലോചനകളിലെല്ലാം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഈ ചർച്ചയിലേക്ക് ശ്രീ അച്ഛൻ കുഞ്ഞിലന്തൂർ, അതായത് മരിപ്പച്ചയുടെ പത്രാധിപർ, എൻ്റെ സ്നേഹിതൻ, അദ്ദേഹം കൂടെ ജോയിൻ ചെയ്തു. അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഇങ്ങനെയുള്ള ആ ചർച്ചകൾക്ക് ഇടയിലാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന KP യോഹന്നാൻ ഒരു ബിഷപ്പ് ആകുവാനുള്ള തീരുമാനമെടുത്ത കാര്യം പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് ഈ കാര്യം അറിയിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച അറിവെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പിൻ്റെ പദവിയിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ബിഷപ്പ് എന്നുള്ള ഒരു സ്ഥാനപ്പേരെടുക്കുക മാത്രം ചെയ്യുന്നു. അതൊരു ബിബ്ലിക്കലാണല്ലോ. അദ്ദേഹത്തിൻ്റെ ന്യായങ്ങൾ അവതരിപ്പിക്കുവാൻ വളരെ വിദഗ്ധമായ കഴിവുള്ളതുകൊണ്ട് അദ്ദേഹം ബിബ്ലിക്കലായിട്ട് ചരിത്രപരമായിട്ട് ഒക്കെ അതിനെ വ്യാഖ്യാനിക്കുകയും ഞങ്ങളെ കൺവിൻസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ബിഷപ്പാകുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ആ ഒരുക്കങ്ങളുടെ ഒടുവിലാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം CSI സഭയുടെ അന്നത്തെ മോഡറേറ്ററായിരിക്കുന്ന KJ സാമുവേൽ ബിഷപ്പിൽ നിന്നാണ് കൈവപ്പ് വാങ്ങുവാൻ പോകുന്നത്. അങ്ങനെ ആ ദിവസം വന്നു. അദ്ദേഹം ബിഷപ്പാകുന്നു. ആ ബിഷപ്പാകുന്നത് വലിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു വലിയ സംഭവമായിരുന്നു. ആ കൂട്ടത്തിലെല്ലാം ഞങ്ങൾ അദ്ദേഹത്തോട് കൂടെ നിന്നു. അദ്ദേഹം ബിഷപ്പായി, അദ്ദേഹത്തിൻ്റെ കോൺസിഗ്രേഷൻ നടന്നു. വലിയ വിവാദങ്ങളുണ്ടായി, വലിയ വാർത്താ പ്രാധാന്യമുണ്ടായി. അപ്പോഴൊക്കെയും ഞങ്ങളുടെ സൗഹൃദങ്ങൾ തുടർന്നിരുന്നു. അതായത് ഒരു CSI നിലവാരത്തിലുള്ള ഒരു സഭ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. ഇങ്ങനെ മുന്നോട്ട് പോയ ബിഷപ്പ് KP യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ച് കാണെ അതിൻ്റെ രൂപഭാവങ്ങൾക്ക് മാറ്റമുണ്ടായി. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും എപ്പിസ്കോപ്പസിയിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ അദ്ദേഹം വലിയ വ്യത്യാസങ്ങൾ വരുത്തി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എപ്പിസ്കോപ്പൽ സഭകളുടെ ആടയാഭരണങ്ങളും എല്ലാം അദ്ദേഹം എടുത്തണിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദവും ഇതിനിടയ്ക്ക് എവിടെയോ വെച്ച് മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് അദ്ദേഹം വിളിക്കാതെയായി, സംസാരിക്കാതെയായി. അങ്ങനെ ആ ബന്ധം അറ്റുപോകുകയാണ്. എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വലിയ നഷ്ടബോധമുള്ള ഒരു മരണമാണ് ബിഷപ്പ് KP യോഹന്നാൻ്റേത്. അദ്ദേഹവുമായി ഉണ്ടായിരുന്ന സൗഹൃദം പോലെ ഒരു ക്രിസ്തീയ സഭാ നേതാക്കളുമായി, പെന്തക്കോസ്ത് സഭകളുടെ എല്ലാ നേതാക്കളുമായി അടുത്ത സ്നേഹബന്ധമുണ്ടെങ്കിലും KP യോഹന്നാനുമായി ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു സൗഹൃദം, ആഴമായൊരു സൗഹൃദം മറ്റൊരു ലീഡേഴ്സുമായും എനിക്കുണ്ടായിട്ടില്ല. KP യോഹന്നാനുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കൽ ന്യൂയോർക്കിൽ നിന്ന് ഡാളസ് വരെ ഒന്നിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു. ആ യാത്ര എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു യാത്രയാണ്. അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിസില്ല യോഹന്നാൻ എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തരികയും ചെയ്തു. അപ്പം ഇങ്ങനെ വളരെ അടുത്ത സ്നേഹബന്ധം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആശയങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി. അദ്ദേഹം പെന്തക്കോസ്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മാറിപ്പോകുകയും പിന്നീട് അത് എപ്പിസ്കോപ്പസിയുടെ എല്ലാ പൂർണ്ണതയിലേക്കും അദ്ദേഹം എത്തിപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു, വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. എങ്കിലും അദ്ദേഹം ഇന്നും എനിക്ക് സ്നേഹമുള്ള ഒരു ഓർമ്മയാണ്. ഇന്ത്യൻ സുവിശേഷീകരണത്തിൽ KP യോഹന്നാൻ നൽകിയ സംഭാവന അതുല്യമായിരുന്നു. ദീർഘവർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കുന്നതിന്, ഏഷ്യ മുഴുവൻ സുവിശേഷീകരിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തു. ഇന്ത്യയിലെ എല്ലാ ക്രിസ്തീയ പ്രവർത്തനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ചു. വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ അദ്ദേഹത്തിനെതിരെ ഉള്ളപ്പോഴും എനിക്ക് ആ സൗഹൃദം വിലപ്പെട്ടതായിരുന്നു, ഹൃദ്യമായിരുന്നു. അതിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തോട് അടുത്ത ഒട്ടുമിക്ക ആളുകളും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു മിഷൻ ലീഡർ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ തൻ്റെ മിഷനെ ഏതു നിലയിൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ആ വരുന്ന വ്യക്തിയുടെ KP യോഹന്നാനോട് ചോദിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം, അച്ചൻകുഞ്ഞിലന്തൂരിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ ആവശ്യങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറായത്. അങ്ങനെ ആ ഹൃദ്യമായ ആ സൗഹൃദം, ഞാൻ പറഞ്ഞതുപോലെ ഇടക്കാലത്ത് മുറിഞ്ഞുപോയി. എങ്കിലും വല്ലപ്പോഴും അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്യുമായിരുന്നു. കേരളത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുമായിരുന്നു. പിന്നീട് ഒരു 2 വർഷത്തോളം ഒരു ബന്ധവുമില്ലാതിരിക്കുന്നതിൻ്റെ ഒടുവിലൊരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വേദനയോടുകൂടെ കേട്ടത്. 1 വർഷം മുമ്പ്. വളരെ അവിചാരിതമായ, ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു അത്. അദ്ദേഹം ആരോഗ്യം വളരെ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഒത്തിരി ഉപദേശം തന്നിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ആരോഗ്യം സംരക്ഷിച്ച ഒരു മനുഷ്യനുണ്ടായ ദാരുണമായൊരു മരണം ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ആ ഒരു എപ്പിസോഡ് അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നു. വിരുദ്ധമായ ഉപദേശപരമായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിച്ചിരുന്നു. മനുഷ്യരെന്നുള്ള നിലയിൽ വ്യക്തിപരമായ സൗഹൃദങ്ങൾ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1 മാസത്തിനകം ഞാൻ ഡാളസിലെത്തിയപ്പോൾ എൻ്റെ സ്നേഹിതരായ ജോൺസൺ മേലേടത്ത്, പ്രിയപ്പെട്ട ചാക്കോച്ചായൻ എന്നിവരോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം സന്ദർശിക്കുകയും അദ്ദേഹം വാഹനാപകടത്തിൽപ്പെട്ട ആ സ്ഥലത്ത്, പോലീസ് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പോയി അത് കാണുവാനും ഒക്കെ അവസരം ലഭിച്ചു. ദുഃഖത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത്. എന്തായിരുന്നാലും KP യോഹന്നാൻ ഇല്ലാത്ത 1 വർഷം പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ 1 വർഷം പൂർത്തിയാകുന്ന ദിവസമാണിന്ന്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ മുൻപിൽ ഒരു തുള്ളി കണ്ണീർ ഞാനും അർപ്പിക്കുന്നു. അദ്ദേഹം ഇന്ത്യൻ സുവിശേഷീകരണത്തിന് നൽകിയ സംഭാവനകളെ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിനുണ്ടായ ഉപദേശപരമായ വ്യതിയാനങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.